വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ടുണ്ടല്ലേ? പ്രമോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. ലാലേട്ടന്റെ പ്രമോ വന്ന സമയത്ത് ഈ ഒരു ടോപ്പിക് മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രമോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് കണ്ടന്റുകളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ഈ കണ്ടന്റെങ്കിലും പിടിച്ച് കുറച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ കുറച്ച് ഇതുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. റേറ്റിംഗ് ആണല്ലോ അവർക്ക് മുഖ്യം എന്ന് പറയുന്നത്. അതുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഈ ടോപ്പിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്തിട്ടത്. മുൻ സീസണുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പേളി ശ്രീനിഷ് ആ ഒരു റിലേഷൻഷിപ്പ് ആയ ആ സമയത്ത് പോലും ലാലേട്ടൻ ആ ഒരു ടോപ്പിക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് നാളെടുത്തിട്ടുണ്ട്. അതായത് കുറേ നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഒരു കാര്യം ചോദിക്കുന്നത് തന്നെ. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് അനീഷ് അനുമോളുടെ അടുത്ത് സംസാരിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ട് അപ്പോഴേക്കും ഈ ടോപ്പിക് അവിടെ എടുത്തിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ റേറ്റിംഗിന് വേണ്ടി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഈ ഒരു ചെറിയൊരു വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്ത് വലിച്ചഴിച്ച് അവരുടെ ലൈഫിനെ അത് ബാധിക്കണ്ട എന്നാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നില്ല. വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ടോപ്പിക് അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ പ്രമോ കണ്ടപ്പോൾ ഉണ്ടായൊരു ആശ്വാസം എന്ന് പറയുന്നത് അവിടെ ലാലേട്ടൻ ചോദിക്കുന്നത് ഭയങ്കര കോമഡി ആയിട്ടാണ്. അത് വീട്ടിലുള്ള എല്ലാവരും അത് കോമഡി ആയിട്ട് ആസ്വദിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും അത് ചോദിക്കുന്നതും സംസാരിക്കുന്നതും. അമ്പട കള്ള എന്നൊക്കെയാണ് അക്ബർ അവിടെ വിളിക്കുന്നത്. അതിൽ സാബു മാത്രമാണ് കളിയാക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ തലയാട്ടിക്കൊണ്ട് കൈയടിക്കുന്ന ഒരു സീൻ കണ്ടത്. ബാക്കി എല്ലാവരും അതിൻ്റെതായ ഒരു സെൻസിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം അതിനെ 3 പേർക്ക് ഓൾറെഡി അറിയാം. ഷാനവാസിന് അറിയാം, ആദില നൂറ എന്നിവർക്ക് അറിയാം. ബാക്കിയുള്ളവർക്ക് മാത്രമേ അറിയാത്തതുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരിക്കും. കാരണം അനീഷിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം അപ്രോച്ച് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കോമഡി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ കളിയാക്കിക്കൊണ്ട് അമ്പട കള്ള എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലാലേട്ടൻ ഭയങ്കര ചിരിച്ചിട്ടാണ് അത് ചോദിക്കുന്നത്. അനീഷേ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടും അതുപോലെ തന്നെ അനുമോളുടെ അടുത്തും അത് ചോദിക്കുമ്പോൾ അനുമോളും അത് അത്ര സീരിയസ് ആയിട്ടൊന്നല്ല മറുപടിയും പറയുന്നത്. പക്ഷേ അവിടെ അനീഷിന്റെ സീരിയസ്നെസ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് അനീഷ് ഭയങ്കര സീരിയസ് ആവുന്ന ഒരു കാര്യമാണ്. അവിടെ അനു എന്താണ് പറയാൻ വരുന്നത് എന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ അവിടെ നിന്നൊരൊറ്റ എഴുന്നേറ്റ് പോക്ക്. അതാണ് പ്രേക്ഷകർക്ക് ഇത്തിരി ഇറിറ്റേഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം. അതിനുശേഷം അനുമോള് 2 തവണ ഞങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട് അനീഷിന്റെ അടുത്തേക്ക്. നമുക്കൊന്ന് സംസാരിക്കാം അനീഷേട്ടാ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അനീഷ് സംസാരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. പിന്നെ ഒരു തവണ പറയുന്നുണ്ട് ഞാൻ ഈ ടോപ്പിക്ക് കുഴിച്ച് മൂടി, ഇനി ആ ഒരു ടോപ്പിക്ക് എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാന്ന്. ശരിയായിരിക്കാം, നമ്മളൊരു കാര്യം ഒരാളുടെ അടുത്ത് പറയുന്ന സമയത്ത് അയാൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് താല്പര്യമില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഷാനവാസ് ഇത് അറിഞ്ഞ സമയത്ത് അനുവിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ നിന്നെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഞാൻ സമ്മതിപ്പിച്ചേനെ എന്ന് പറയുന്ന ഒരു ഷാനവാസ് ഉണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ അനീഷ് നമുക്ക് വിവാഹം കഴിക്കാം എന്ന് ചോദിച്ച വഴിക്ക് ആ ശരി ചേട്ടാ എന്ന് പറയുന്നതായിരുന്നു. ഏത് പെൺകുട്ടി പറയും അങ്ങനെ ഒരു കാര്യം? അത് അനുമോള് തന്നെ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അല്ല ഏട്ടാ, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ശരി എന്ന് ഞാൻ പറയുന്നതാണോ ആൾ ഉദ്ദേശിച്ചത്? അതായിരുന്നു ആൾ ഉദ്ദേശിച്ച മറുപടി എന്ന് പറയുന്നത് എന്ന് ഷാനവാസിന്റെ അടുത്ത് അനുമോള് തന്നെ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം. പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്ന കാര്യം അതാണ്. അവിടെ നോ എന്നൊരു അർത്ഥത്തിൽ അവിടെ അനുമോള് സംസാരിക്കുമ്പോഴേക്കും ഇത്ര ദേഷ്യവും ഇറിറ്റേഷനും മുഖം വീർപ്പിച്ച് നടക്കലും കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെയാണ് അനീഷ് ഈ കളിച്ചത് ഗെയിമാണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാനുള്ള റീസൺ. അല്ലാതെ ഒറിജിനലായിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അയാളെ കൺവിൻസ് ചെയ്യാനും അയാൾക്ക് താല്പര്യമുണ്ടോ എന്ന് കൂടുതൽ മനസ്സിലാക്കാനും അല്ലാന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ചിഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അയാളെ ബഹുമാനിക്കാനും നമുക്കൊരു ഇതുണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ അടുത്ത് കലിപ്പ്, ദേഷ്യം, പിന്നെ അയാളുടെ അടുത്ത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കാണിക്കുന്ന സമയത്താണ് ഇതൊരു ഫേക്ക് അല്ലേ അനീഷിന്റെ എന്ന് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ദിവസം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നു, സോറി പറയുന്നു, എല്ലാവരും നല്ല കമ്പനിയായിട്ട് പിന്നീട് സംസാരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വിദ്വേഷവും വീണ്ടും ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞപ്പോൾ അക്ബർ തന്നെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ വിചാരിച്ചതൊക്കെ പിന്നെ ഇപ്പൊ നടക്കില്ലല്ലോ, നിനക്കെതിരെ ഞാനൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു എന്നൊക്കെ അക്ബർ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും നല്ല രീതിയിൽ എല്ലാം കോംപ്രമൈസ് ആയ സമയത്താണ് അനുമോളും അനീഷും തമ്മിലുള്ള നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അനീഷിന്റെ മുഖം വീർപ്പിക്കലും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. അവിടെ അനുമോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അനീഷ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്നുണ്ട് എന്നൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ അതോ പെട്ടെന്ന് ഉണ്ടായ ഒരു ഇഷ്ടമാണോ അത് റിയൽ ആണോ എന്ന് പ്രേക്ഷകർക്ക് പോലും കൺഫ്യൂഷനാണ്. ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ ഇതിൽ റിയൽ ഏത് അതോ ഫേക്ക് ഏത് എന്ന് നമുക്ക്
മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അനീഷ് റിയൽ ആയിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ നമുക്കിതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ കാണിക്കുന്നതാണെന്ന് നമുക്കത് കാണുന്ന സമയത്ത് തോന്നുള്ളൂ. ഇത് റിയൽ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഇനിയിപ്പോൾ അനീഷിന് ഇത് റിയൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ഇത് പറയേണ്ട ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരാഴ്ചയെ ഇനി ബിഗ് ബോസ് അവസാനിക്കാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം അനുവിന്റെ ഫാമിലിയും അനുവുമായിട്ട് അത് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ച് ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അനീഷിന്. ഇത് ഒരാഴ്ചയെ ബാക്കിയുള്ളൂ എന്ന് അറിഞ്ഞപ്പോഴേക്കും അനുവിന്റെ അടുത്ത് കയറി അങ്ങ് പറഞ്ഞതിനോടാണ് എനിക്ക് വലിയ യോജിപ്പ് തോന്നാതിരുന്നത്. കാരണം അനുവിനെ പുറത്തുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിച്ച പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി നോ പറയുന്നു, അല്ലെങ്കിൽ അനു വളരെ നല്ല രീതിയിൽ ആ കാര്യം കൈകാര്യം ചെയ്തു. ചിലപ്പോൾ അനു റിയാക്ട് ചെയ്യുന്ന രീതി വേറെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അനുവിനെ പുറത്ത് ഭയങ്കര നെഗറ്റീവ് വരുമായിരുന്നു. അനു ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഇങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ ചോദിച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന അനുവിന്റെ രീതികളൊക്കെ വേറൊരു തരത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പക്ക നെഗറ്റീവ് അടിക്കുമായിരുന്നു. ഇപ്പൊ പോലും അനുവിനെതിരെ കുറെ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷിന്റെ PR-കളൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറയുന്നത്. അനുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് അനു ആണ് അനീഷിനെ അങ്ങനെ ആക്കി മാറ്റിയത്. അവിടെ ഹോപ്പ് കൊടുത്തിട്ട് അവസാനം ആ ഇതിലേക്ക് അനീഷ് വന്നപ്പോൾ അനീഷിനെ അടുത്ത് നോ പറഞ്ഞു എന്നുള്ള രീതിയിൽ, അതായത് പുറത്തും അനുമോൾ അങ്ങനെയാണ്, മോശക്കാരിയാണ്, അവിടെ വേറൊരാളെയും ഇതേപോലെ കളിപ്പിച്ചിട്ടുണ്ട്, അതായത് സ്റ്റാർ മാജിക്കിലുള്ള തങ്കച്ചനെ ഇതുപോലെ കളിപ്പിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, അതുപോലെ അനീഷിന്റെ അടുത്തും കാണിച്ചതാണ്, അവിടെ ഒരു ലവ് ഡ്രാമ കാണിച്ചു, അതൊക്കെ കാണിച്ചിട്ട് പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ കാണിച്ചു കൂട്ടി. അവസാനം അനീഷ് വന്ന് സമ്മതമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച സമയത്ത് അനുമോൾ അത് മോശമാക്കി, അയ്യോ ഇല്ല ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ നിരാശയിലാക്കി എന്നുള്ള തരത്തിലൊക്കെ അനുമോളെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന ഒരു വിഭാഗം പേര് വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അനുമോളിനെ അനീഷിന്റെ അടുത്ത് പ്രതികരിച്ച രീതി വരെ മോശമായിരുന്നു എന്നുണ്ടെങ്കിൽ അനുമോളുടെ കാര്യം കട്ട പുകയായിരുന്നു. അപ്പോൾ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അനുമോൾ അനീഷ് വിഷയം എടുത്തുകൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറേ പേര് പറയുന്നുണ്ട്, ആ ബിഗ് ബോസിന്റെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആ താത്തയൊക്കെ പറയുന്നത് അനുമോള് ആശ കൊടുത്തതാണ്, ഹോപ്പ് കൊടുത്തതാണ്, അനുമോൾ അങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടല്ലേ അനീഷിനെ ആ ഒരു ഇഷ്ടമാവുന്നത് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ഈ പറഞ്ഞതിലൂടെ അവിടെ നെഗറ്റീവ് ആവാൻ പോകുന്നത് അനുമോളാണ്. അപ്പൊ അനുമോൾക്ക് നെഗറ്റീവ് ആവുക എന്നൊരു ലക്ഷ്യമായിരുന്നു അനീഷിന്റെ ഈ പറച്ചിൽ. ഇതൊരു ഗെയിം ആയിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? അനീഷ് ഇപ്പൊ റിയൽ ആയിട്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും ഈ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വലിച്ചു കയറാൻ വേണ്ടി അനുമോളെ ഇട്ടുകൊടുത്ത അനീഷിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. റിയൽ ആയിട്ടുള്ള ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഒരിക്കലും ഇട്ടുകൊടുക്കില്ല ഒരു വ്യക്തിനെ. അവിടെയാണ് നമ്മൾ അനീഷിന്റെ സ്നേഹം, പ്രണയം നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊരു ടോപ്പിക്കായി എന്നുള്ളതിന്റെ പ്രമോ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ ആഴ്ചയിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള കണ്ടന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലെ നൂറ അനുമോള് തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും മാത്രമല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാനായിട്ട് ടോപ്പിക് വേണ്ടേ? അപ്പോൾ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഡേ നടന്ന ഈ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹൈലൈറ്റ്. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിന്റെയൊക്കെ പ്രമോ വന്നാൽ തന്നെയാണ് ആൾക്കാർ ഈശ്വര എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാലോചിച്ചുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കാണുള്ളൂ. ഇവരെന്ത് പറയും, അനീഷ് എന്ത് പറയും, അനുമോൾ എന്ത് പറയും, ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും എന്നൊക്കെ അറിയാനായിട്ട് നമുക്കും ആകാംക്ഷ തോന്നില്ലേ? ആ ഒരു പ്രേക്ഷകരുടെ ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ആ വീക്കെൻഡ് എപ്പിസോഡിൽ മുതലെടുത്തിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഞാനും കാത്തിരിക്കുകയാണ്, ഇതുപോലെ ഓരോരുത്തരും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒന്നുറപ്പാണ്, അനുമോൾക്കും അനീഷിനെയും ഇതുകൊണ്ട് പോസിറ്റീവായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ അനീഷിനെയും ഇത് നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. കാരണം ലാസ്റ്റ് സമയത്ത് അനീഷ് ഈ കാണിക്കുന്നത് കുറച്ചു പേരെങ്കിലും അനീഷിനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. വേണ്ടിയിരുന്നില്ല, അനീഷ് നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നതാണ്, അനീഷ് അല്ലെങ്കിൽ അനുമോൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സീസൺ 7 കപ്പിന്റെ കാര്യത്തിൽ. അപ്പൊ ആ സമയത്ത് അനീഷ് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടിട്ട് അനീഷിന്റെ ഉള്ള വില കളയണ്ടായിരുന്നു, ഒരു ഒറ്റയാനായിട്ട് ഇത്രയും നാൾ നടന്നിട്ട് ഇപ്പൊ അതൊക്കെ കളഞ്ഞു കുളിച്ചില്ലേ എന്ന് ചോദിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അത് നെഗറ്റീവായി ബാധിച്ചു, അല്ലാതെ ഒരാൾക്കും അത് പോസിറ്റീവായിട്ട് ബാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.